ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മുടെ ആഫി മോളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ഉച്ചയ്ക്ക് സ്കൂളിൽ അയച്ചു. മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ വർഷവും ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാറുണ്ട്. എനിക്കും ഡാൻസിനാണ് ജോയിൻ ചെയ്യാറ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇവിടെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റേജും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. എല്ലാം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. അതിനുശേഷം കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ സ്കൂളിൻ്റെ തന്നെ ഒരു ഭാഗത്തിലേക്ക് പോയി. അപ്പോൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നോളൂ ഈവനിങ്. അപ്പം ആഫിയെ ഒന്ന് കാണണം, മേക്കപ്പൊക്കെ ചെയ്തൊന്ന് കാണണം എന്നുള്ളൊരു അതിയായ ആഗ്രഹത്തിലാണ് ഞങ്ങളും ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഗ്രൗണ്ടിലേക്ക് യാത്രയായി. നല്ല രസമാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ. ഫുള്ളും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രിയാവുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അതിലേക്ക് പ്രവേശിച്ചു. Today's celebration അധ്യാപികയ്ക്ക് ഒരു ആസ് യൂഷ്വൽ ആദ്യമേ മാനേജ് ചെയ്യാൻ പാടായിരുന്നു. അവനവിടെ ഒരു കുട്ടിയെ കണ്ടിട്ട് അതിനെ തന്നെ ഞങ്ങളവിടെ ശ്രദ്ധിച്ചു. അവിടെ കുറേ സ്റ്റാളൊക്കെ ഉണ്ട്. എല്ലാ വർഷം ഉണ്ടായിരുന്നു. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കഴിച്ച് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വന്നു. ആദ്യമാണെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവനിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിൽ നടക്കുകയാണ്. ലൈറ്റ്സിലൊക്കെ പോയി പിടിക്കും, പിന്നെ ഞങ്ങൾ വീണ്ടും പോയി എടുത്തുകൊണ്ട് വരും, പിന്നെയും അവൻ പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോഴാണ് ചേട്ടൻ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ആ ചേട്ടൻ്റെ ഒപ്പം തന്നെയായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ ഭയങ്കര സ്നേഹം. അവൻ്റെ കയ്യിൽ ബലൂണൊക്കെ കൊടുക്കും. അവസാനം ഒരു ബലൂണൊക്കെ പെൻസിൽ വാങ്ങി കൊടുത്തു. കയ്യിൽ കൊടുത്താൽ അത് പറന്നു പോകുന്നുണ്ട്. കയ്യിലിങ്ങനെ കെട്ടി കൊടുക്കാൻ വിചാരിച്ചു. പക്ഷെ ഒരു രക്ഷയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനോടുള്ള താല്പര്യം കുറച്ച് നേരമൊക്കെ അതിനെ പിടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം അതിൻ്റെ പുറത്ത് കയറി ഇരുന്നു. അങ്ങനെയൊക്കെ ദാഹിച്ച് വെള്ളം കുടിച്ച് പിന്നെ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയാണ് നമ്മുടെ ആഫിക്കുട്ടിയുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. ഏതാണ്ട് 9 മണി ആവാറായി. 9 മണി കഴിഞ്ഞു ആഫിയുടെ പ്രോഗ്രാം വന്നപ്പോൾ. ആ മുടിയില്ലാത്ത കുട്ടിയാണ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന, ഇങ്ങേറ്റത്ത് നിന്ന കുട്ടിയാണ് ആഫിയ. പ്രോഗ്രാംസൊക്കെ കാണുമ്പോഴാണ് സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സൊക്കെ എത്രമാത്രം എഫേർട്ട് ഇട്ടെന്ന് മനസ്സിലാവുന്നത്. ഫുൾ സ്റ്റോറിയിലാണ് ഇവരുടെ ഒരു പ്രോഗ്രാംസ് പോകുന്നത്. കുറേ കുട്ടികളെ അണിനിരത്തിക്കൊണ്ടാണ് ഓരോ പ്രോഗ്രാംസും ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഗ്രാംസാണ് എല്ലാം തന്നെ. നല്ല ഭംഗിയായിട്ട് തന്നെ കുട്ടികൾ അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ പ്രോഗ്രാം. ഫുൾ സ്റ്റേജൊക്കെ ആണെങ്കിലും ഭയങ്കര ഭംഗിയായിരുന്നു. ലൈറ്റ്സ് കൊണ്ട് അറേഞ്ച് ചെയ്ത് ഒരുപാട് കാണാൻ ആളുകളുണ്ടായിരുന്നു. ടൗണിലാണ് സ്കൂൾ, അതുകൊണ്ട് തന്നെ പാരൻസ് മാത്രമല്ല ടൗണിലുള്ള ആളുകളൊക്കെ ഈ പ്രോഗ്രാംസിലോട്ട് കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല രസത്തിലുള്ള പ്രോഗ്രാംസ് ആയിരുന്നു.
കുട്ടികളുടേത്. അതുപോലെ തന്നെ പ്രോഗ്രാംസ് മാത്രമല്ല, ഒരുപാട് ചിന്തിക്കാനുള്ള പല കാര്യങ്ങളും ആ പ്രോഗ്രാമിലൂടെ, ആ ഒരു ഫുൾ വർക്കിലൂടെ അവർ കാണിച്ചിട്ടുണ്ട്. പാരൻസിനും കുട്ടികൾക്കും പല രീതിയിൽ ചിന്തകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും അതിൽ നിന്നും നമുക്ക് മനസ്സിലാവും. പ്രോഗ്രാം കഴിഞ്ഞ് ആഫിയെ കൈ കിട്ടി. ഇതാണ് ആഫിയുടെ ഒരു ലുക്ക്. മേക്കപ്പ് ഒക്കെ ഇട്ട് ആളെ തന്നെ മനസ്സിലാവുന്നില്ല, ഫുൾ മേക്കപ്പിൽ. ആദ്യം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കിയപ്പം ആഫിയെ മനസ്സിലായില്ല. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഒത്തിരി രാത്രിയായിരുന്നു. പിന്നെ